ഹലോടെ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൊച്ചു കൂട്ടുകാരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ LSSന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കാം. നല്ല മക്കളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് LSSന്റെ എക്സാം എഴുതാൻ പോവുകയല്ലേ. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോഡൽ എക്സാം പരിചയപ്പെടാം. അതായത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂട്ടി ചേർത്ത് അല്ലെ, അതായത് നമ്മൾ EVS ഉണ്ടായിരിക്കും, മാത്സ് ഉണ്ടായിരിക്കും, മലയാളം ഉണ്ടായിരിക്കും, അങ്ങനെ എല്ലാ വിഷയങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യ പേപ്പർ വരിക എന്നുള്ള ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെട്ടു പോവാം അല്ലെ. വെറും ചോദ്യങ്ങൾ പഠിക്കുക, ഉത്തരങ്ങൾ പഠിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് ചോദ്യ പേപ്പർ എങ്ങനെ വരും, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നൊന്ന് പഠിക്കണ്ടേ. അല്ലാതെ വെറുതെ നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നേരെ ചോദ്യങ്ങളോട് പോവുകയാണെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ, ഈ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം, മലയാളത്തിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. ഓക്കെ, പിരിച്ചെഴുതുക അല്ലെ. വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് പിരിച്ചെഴുതുക എന്നുള്ള ഭാഗം. തന്നിട്ടുള്ളത് എന്താണ്? കുട്ടിയുടുപ്പ് എന്ന പദം പിരിച്ചെഴുതുക. ഓക്കെ, ഓർത്തൊക്കെ എന്താണ്? കുട്ടിയുടുപ്പ് എന്ന പദം പിരിച്ചെഴുതുക. കുട്ടിയുടുപ്പ് എന്ന പദം നിങ്ങൾ എന്ത് ചെയ്യണം, പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് എന്താണ്? കുട്ടി പ്ലസ് ഉടുപ്പാണോ, കുട്ടി പ്ലസ് ഉടുപ്പാണോ, കുട്ടിയുടെ പ്ലസ് ഉടുപ്പാണോ, അതേപോലെ കുട്ടിക്ക് ഉടുപ്പ് എന്നാണോ അല്ലെ. കുട്ടി ഉടുപ്പ് അല്ലെ, കുട്ടിയുടുപ്പ് എന്താ വരിക? നമുക്കറിയാം കുട്ടി പ്ലസ് ഉടുപ്പാണ് അല്ലെ. കുട്ടി പ്ലസ് ഉടുപ്പ് ഏതാ വരിക? ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓർത്തുവെക്ക് എന്താണ്? ബി. കുട്ടി അല്ലെ. ഓർത്തുവെക്ക് എന്താണ്? കുട്ടി അധികം ഉടുപ്പ്. കുട്ടി അധികം ഉടുപ്പ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി മാതൃക പോലെ എഴുതുക. രണ്ടാമത്തെ ചോദ്യമാണ് മാതൃക പോലെ എഴുതുക. ഓക്കെ, അച്ഛനമ്മമാർ എന്നുള്ള പദം എന്ത് ചെയ്തു? അച്ഛനും അമ്മയും എന്നാക്കി മാറ്റി അല്ലെ. രണ്ടാമത്തെ ചോദ്യം കണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അച്ഛനമ്മമാർ ഇവിടെ വിഗ്രഹിച്ച് എഴുതാനും അല്ലെ കൂട്ടിച്ചേർത്ത് എഴുതാനും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. മാതൃക ഇതാണ്, അച്ഛനമ്മമാർ, അച്ഛനും അമ്മയും. ഇനി സഹോദരി സഹോദരന്മാർ എന്നുള്ള ഒരു വേർഡ് നൽകിയിട്ടുണ്ട് അല്ലെ. അതിന് ഓപ്ഷൻസ് ഒന്നും നൽകിയിട്ടില്ല. എങ്ങനെ നമ്മൾ ഇതിനെ പിരിച്ചെഴുതും? എന്താണ് നമുക്കറിയാം. ഉത്തരം എന്താണ്? സഹോദരിയും അല്ലെ, സഹോദരിയും സഹോദരനും. ഓക്കെ, സഹോദരിയും സഹോദരനും. അതാണ് സഹോദരി സഹോദരന്മാർ എന്നുള്ള വാക്ക് നമ്മൾ പിരിച്ചെഴുതിയാൽ നമുക്ക് ലഭിക്കാം. ഇനി അടുത്ത ചോദ്യം, ജഗത്ത് അല്ലെ. ജഗത്ത് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്ത്? ജഗത്ത് അല്ലെ. ജംഗമം, ജനം, ലോകം, ജഗദീശ്വരൻ. നമുക്കറിയാം, നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം അറിയാം. ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകമാണ്. ഓർത്തു വയ്ക്കുക, ജഗത്ത് എന്ന് പറഞ്ഞാല് ലോകമാണ്. ഓർത്തു വയ്ക്കുക കേട്ടോ, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ലോകം. ഓക്കെ, ലോകത്തെയാണ് ജഗത്ത് എന്ന് പറയാം. ഇനി തെറ്റായി എഴുതിയ പദം ഏത്? തെറ്റായിട്ട് എഴുതിയ പദം 4 പദങ്ങൾ നൽകിയിട്ടുണ്ട്. വിപിനം, ചത്വരം, അനുബന്ധം, വൃഷ്ടി. ഇതില് തെറ്റായി എഴുതിയ പദം ഏതാണ് അല്ലെ? തെറ്റായി എഴുതിയ പദം എന്താണ്? അനുബന്ധം. അനുബന്ധം എന്ന പദമാണ് തെറ്റായിട്ട് അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, എന്താ വേറെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ നെക്സ്റ്റ് ചോദ്യം, 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. സ്കോർ 1 താഴെ കൊടുത്ത പദങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ അക്ഷരമാലാ ക്രമത്തിൽ എഴുതിയത് തെരഞ്ഞെടുക്കുക. അക്ഷരമാലാ ക്രമം അല്ലെ, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോയ ഭാഗമാണ് അല്ലെ. അപ്പൊ നോക്കാം, കാകൻ, പുലരി, ജനം, തുഷാരം, ഇങ്ങനെ ഈ ഒരു 4 പദമാണ് നൽകിയത്. ഇതില് ഏതൊക്കെയാണ് കൃത്യമായിട്ട്, അതായത് ആൽഫബറ്റിക്കൽ, നമ്മൾ ഇംഗ്ലീഷിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എന്ന് പറയും. ഇവിടെ എന്താണ്? അക്ഷരമാലാക്രമത്തിൽ എഴുതിയ പദം ഏതാണ്? നമുക്ക് ആദ്യം തന്നെ എഴുതാൻ എന്താണ്? കാകൻ അല്ലെ. ഓർത്തു വയ്ക്കുക എന്താണ്? കാകൻ. കായാണ് ഫസ്റ്റ് വരുന്നത്, കാകൻ അല്ലെ. പിന്നെ വരുന്ന പദം ഏതാണ്? പിന്നെ വരുന്ന പദമാണ് ജനം. ഓർത്തു വയ്ക്കുക, ജനം. ദെൻ പിന്നെ ഏതാ വരുന്നടാ? തുഷാരം. ഓക്കെ, തുഷാരം. അടുത്തതോ ലാസ്റ്റ് പദം പുലരി. ഓക്കെ, അക്ഷരമാലാക്രമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാകൻ, ജനം, തുഷാരം, പുലരി എന്നിവ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്.
ഇനി നോക്കാം, കൂട്ടുകാരിക്ക് ഒരു കത്ത് തയ്യാറാക്കാം. ഇപ്പോ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് അതിന്റെ ആശയം എന്താണ്, നമ്മൾ എന്താണ് എഴുതേണ്ടതായിട്ടുള്ളത് നിങ്ങൾ എന്ത് കൃത്യമായിട്ട് നോക്കണം അല്ലെ. കൊറോണ കാലത്തെ വിശേഷങ്ങൾ കൂട്ടുകാരിയെ അറിയിക്കണമെന്ന് അനിതയ്ക്ക് അതിയായ ആഗ്രഹം. ആ ആഗ്രഹം സാധിക്കാൻ അനിത കത്ത് എഴുതാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് അവളെ സഹായിക്കാം. അപ്പൊ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് അല്ലെ, കത്തിന്റെ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾ മാറ്റേണ്ടതുണ്ട് അല്ലെ. കത്തിന്റെ ഘടന എവിടെ നിന്നാണ് അല്ലെ, ടു എഴുതാം, ഫ്രം എഴുതാം അല്ലെ. പ്രേക്ഷകൻ അതേപോലെ എന്താണ് പ്രേക്ഷിതാവ് എന്നുള്ള രീതി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ഭാഗം എഴുതാം. അതേപോലെ എന്താ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് അഭിസംബോധന ചെയ്യാവുന്നതാണ് അല്ലെ. അതേപോലെ ആശയം വേണം, ഭാഷാ പ്രയോഗങ്ങൾ വേണം, അതേപോലെ എന്താണ് കൃത്യമായ ആ വാക്യഘടന വേണം, ആകർഷണീയത വേണം. ഓക്കെ, അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു, ഉപസംഗ്രഹിച്ച് എന്ത് ചെയ്യാ, സ്നേഹത്തോടെ നിന്റെ കൂട്ടുകാരി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ പേര് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഇത്രയാണ് കത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ്, നിങ്ങൾ ഫ്രം ടു എവിടെ നിന്നാണ് എഴുതുന്നത്, നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ എഴുതിയിട്ട് അതേപോലെ എന്താണ് ഇപ്പൊ അനിത എന്നുള്ള രീതിയിലാണ് അനിത എന്നുള്ള രീതിയിൽ എഴുതുക. ടു ഏതാണ് കൂട്ടുകാരിക്ക് അല്ലെ, ആ കൂട്ടുകാരിയുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ എഴുതാം അല്ലെ. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതേപോലെ കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ടത് ആകർഷണീയത വേണം, അതേപോലെ എന്താണ് കൃത്യമായ വാക്യഘടന വേണം, ആശയം വേണം അല്ലെ. അങ്ങനെ ഉപസംഹാരം എന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു കത്തിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. ഓക്കെ, കത്തിന്റെ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതേണ്ടതുണ്ട്. നോക്കാം, അടുത്ത ചോദ്യം വരുന്നത് എവിടുന്നാണ്, ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്തു നിന്നാണ്. ഇംഗ്ലീഷിൽ നിന്നാണ് ആദ്യത്തെ ആ ഒരു ചോദ്യം വരുന്നത്. ഇംഗ്ലീഷിലെ ചോദ്യം, കംപ്ലീറ്റ് ദ റിഡിൽ ബിലോ. താഴെ ഒരു റിഡിൽ നൽകിയിട്ടുണ്ട്. റിഡിൽ എന്താ നിങ്ങൾക്ക് അറിയാലോ, കടങ്കഥ നൽകിയിട്ടുണ്ട്. സോ എന്താണ് ചോദ്യം, ഐ ആം എ 7 letter വേർഡ്. ഞാനൊരു 7 letter ഉള്ള ഒരു വേർഡ് ആണ്. ഓക്കെ, ചോദ്യം കൃത്യമായിട്ട് വലുതാക്കി തരാം. ഐ ആം എ 7 letter വേർഡ്. എന്താണ്, ഒരു 7 letter ഉള്ള വേർഡ് ആണ് ഞാൻ. ഓക്കെ, 7 letter ഉള്ള വേർഡ് ആണ് ഞാൻ. ദെൻ അതേപോലെ ഐ ആം സ്റ്റാർട്ടിങ് വിത്ത് ബി. ഞാൻ എന്താണ്, ബിയിലാ തുടങ്ങുന്നത്, ടിയില് എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. മൈ മീനിങ് ഇസ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. എന്താണ്, ഒരു കൂട്ടം ഫ്ലവേഴ്സ് എന്നാണ് എന്റെ പേരിന്റെ അർത്ഥം. ഒരു കൂട്ടം. ഓക്കെ, ദെൻ യു ആർ യൂസിങ് മീ ടു വെൽക്കം ഗസ്റ്റ്. എന്താ, ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യാൻ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ എന്നെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്താ മക്കളെ ഇതിന്റെ ഉത്തരം? യെസ്. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റിക്കാൻ പാടില്ല. ഫസ്റ്റത്തെ ലെറ്റർ ബി ആണ്. ദെൻ SOUQUET. ഓക്കെ, എത്ര ഉണ്ട്, 1 2 3 4 5 6 7 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. എന്താണ്, ബിയിൽ തുടങ്ങുന്നു, ടിയിൽ അവസാനിക്കുന്നു. വെൽക്കം ചെയ്യാൻ, ഗസ്റ്റുകളെ വെൽക്കം ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് മീനിങ്. എന്താണ്, ബുക്കി അല്ലെങ്കിൽ ബുക്കെ എന്നൊക്കെ പറയാം അല്ലെ. ബൊക്ക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ, ബുക്കി അല്ലെ. ഫ്ലവേഴ്സിന്റെ ഒരു കൂട്ടത്തെയാണ് ബുക്കി എന്ന് പറയാം. ഇനി മേക്ക് എ മീനിങ് വേർഡ് ഫ്രം ദ ലെറ്റർ ഗിവൺ ഇൻ ദ കോളം. എന്താ നോക്ക, RNPIHFEDSI. എന്താണ്, ഇത്രയാണ് കൊടുത്തുള്ളത്. ഓക്കെ, ഓർത്തൊക്കെ ഇത്രയാണ് കൊടുത്തുള്ളത്. ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വേർഡ് ഉണ്ടാക്കണം. ഓക്കെ മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ പഠിച്ചു പോയ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പേപ്പർ ബോർഡ്സ് അല്ലെ. അവിടെ അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ അറിയോ, ആദ്യം ഞാൻ ഏത് ലെറ്റർ എടുക്കുന്നത് നോക്കട്ടോ. ഏത് ലെറ്റർ ആണ് ആദ്യം ഞാൻ എടുക്കുന്നത് നോക്കുക, ശ്രദ്ധിക്കാം. എന്താ, ആദ്യം ഞാൻ എടുക്കുന്ന ലെറ്റർ എഫ് ആണ്. ഓക്കെ, എഫ് ഞാൻ എടുത്തു. എഫ് ഞാൻ ഇവിടെ എഴുതി. ദെൻ ആർ എടുത്തു, FR. ദെൻ ഐ എടുത്തു, FRI. ഇ എടുത്തു, FRIE. ദെൻ ഞാൻ എടുക്കുന്നത് N ആണ്. N. ഓക്കെ, N. D. S. H. ഓക്കെ, I. P. വേർഡ് കിട്ടിയ എന്താണ്, ഫ്രണ്ട്ഷിപ്പ് അല്ലെ, സൗഹൃദം അല്ലെ, ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഈ ഒരു വേർഡാണ് എന്ത് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മക്കളെ കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കല്ലോ അല്ലെ. യെസ്. ദെൻ നെക്സ്റ്റ് ചോദ്യം, അടുത്ത ചോദ്യം എന്താണ്, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ അല്ലെ. ഇതിൽ തന്നിട്ടുള്ളതില് ഓഡ് വൺ ഏതാണ്,
ജെൻലി, സ്വിഫ്റ്റ്ലി, പ്ലസന്റ്ലി, പുൾഡ്. ഓക്കെ, ഇതില് ഏതാണ് എന്നുള്ള ചോദ്യം ഇത് നമ്മൾ എന്താണ് പെപ്പർ ബോട്ട് എന്നുള്ള ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക എന്താ എസ് പുൾഡ് ആണ് അതിന്റെ എസ് ഓഡ് വൺ ആയിട്ടുള്ള ഉത്തരം. അർത്ഥം വെച്ച് നോക്കിയാൽ മതി എന്താണ് പുൾഡ് ഈസ് ദ ഓഡ് വൺ. ഓക്കെ, ഓർത്ത് വെക്കുക പുൾഡ്. ഇത് പഠിച്ച എവിടെ നിന്നാണ് നമ്മുടെ പേപ്പർ ബോട്ട് എന്നുള്ള ഭാഗത്തു നിന്നാണ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്. എന്താ ബ്രാക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുക കറക്റ്റ് വേർഡ് എടുത്തെഴുതാം. ഏതൊക്കെയാണ് വേർഡ്? യെസ് 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 നോക്കാം നമുക്ക്. ചൂസ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്. ടു ഫൈൻഡ് എ സക്സസർ ദ കിങ് തോട്ട് ഡാഷ് ആൻ ഐഡിയ. എന്താണ് അടുത്ത തലമുറ അല്ലെങ്കിൽ എന്താ അടുത്ത അവകാശിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ രാജാവിനൊരു ചിന്ത അല്ലെ തോട്ട് വന്നു. എവിടുന്നാ വന്നത്? യെസ് സീഡ് ഓഫ് ട്രൂത്ത് എന്നുള്ള ഭാഗത്തു നിന്നാണ്. തന്നിട്ടുള്ള രണ്ടാളുകള് ഓഫും ഓണുമാണ് അല്ലെ. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്താണ് തോട്ട് ഓഫ് ആൻ ഐഡിയ. ഓക്കെ, തോട്ട് ഓഫ് ആൻ ഐഡിയ. ഓഫ് എവിടെ? ഓഫ് എവിടെ? ഓഫ് എവിടെ? ഓഫ് എവിടെ? യെസ് ഓഫ് വരുന്നില്ലടാ. ഓക്കെ, എന്താണ് തോട്ട് ഓഫ് ആൻ ഐഡിയ. ഓക്കെ, സെറ്റ് ആണോ? അടുത്ത ചോദ്യം, റീഅറേഞ്ച് സെന്റൻസ് മെർച്ചന്റ് വേഴ്സ് മാൻ ക്രൂവൽ എ. ഇതെന്താ? ഇത് നിങ്ങൾ നിരവധിയായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. നിരവധിയായി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. ഇതെന്ത് ചെയ്യുക ഈ വാക്കുകൾ എന്ത് ചെയ്യുക കൂട്ടിച്ചേർത്ത് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്, കൂട്ടിച്ചേർത്ത് എഴുതാനുള്ളതാണ്. അപ്പൊ നോക്കാം, യെസ് മെർച്ചന്റ് വേഴ്സ് മാൻ ക്രൂവൽ എ ദ എന്നാണ് കൊടുത്തുള്ളത്. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് അതിന്റെ ഉത്തരമായിട്ട് വരിക അല്ലെ. നോക്കാം കേട്ടോ. യെസ് ദ യെസ് ഞാൻ എന്ത് ചെയ്തു ആദ്യം ദ എടുത്തു. ദ മെർച്ചന്റ് was a cruel man. Okay, merchant was a cruel man. റെഡി ആണോ? റെഡി ആണോ? എളുപ്പല്ലേ? എളുപ്പല്ലേ? ഇങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ എളുപ്പമാണ് അല്ലെ. യെസ് യെസ് യെസ്. ദെൻ അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഇതാണ്. അരുന്ധതി ടോൾഡ് ദ സ്റ്റോറി ഓഫ് വിദ്യാധര ടു അന്ന. അന്നയ്ക്ക് എന്ത് ചെയ്തു? ആ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ആഫ്റ്റർ ഹിയറിംഗ് ദ സ്റ്റോറി അന്ന വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഗാർഡനിങ്. അതിനുശേഷം എന്താണ് ഗാർഡനിങ്ങിൽ അതിയായ ആഗ്രഹം എന്ത് ചെയ്തു അന്നയ്ക്ക് ഉണ്ടായി അല്ലെ. ഷീ സെറ്റിൽഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് എ ഹൗസ്. വീടിന്റെ മുമ്പിലായിട്ട് എന്ത് ചെയ്തു? നല്ല മനോഹരമായ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തു. ഡു യു ഹാവ് എ ഗാർഡൻ ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടില് ഒരു ഗാർഡൻ ഉണ്ടോ? മനോഹരമായ ഗാർഡൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ചോദിച്ച സമയത്ത് എന്ത് ചെയ്തു? ചോദ്യം ഇതാണ്, കംപ്ലീറ്റ് ദ വേർഡ് വെബ്. അല്ലെ ഒരു ഗാർഡനുമായിട്ടുള്ള വേർഡ് വെബ് എന്ത് ചെയ്യുക നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. വേർഡ് വെബ് എന്ത് ചെയ്യണം നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുക? ഒന്ന്, ഗാർഡൻ എന്നുള്ള ഒരു വേർഡ് നൽകിയിട്ടുണ്ട്, റോസ് നൽകിയിട്ടുണ്ട്, ബട്ടർഫ്ലൈ നൽകിയിട്ടുണ്ട്, ബീസ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അതിന് അനുയോജ്യമായ എന്തെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം കൂട്ടിച്ചേർത്ത് എഴുതേണ്ടത്. ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് എന്ത് ചെയ്യണം കൂട്ടിച്ചേർത്ത് എഴുതാം. നമുക്ക് എന്താണ് ഫോർ എക്സാമ്പിൾ ഫ്ലവേഴ്സ് എന്ന് എഴുതാം അല്ലെ. ഒരു ഉദാഹരണമായിട്ട് എന്താണ് ഫ്ലവേഴ്സ് എന്ന് എഴുതാം അല്ലെ. ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്. ഓക്കെ, ഇങ്ങനെ നിരവധിയായ വേർഡുകൾ എന്ത് ചെയ്യാം നമുക്ക് എഴുതാൻ പറ്റും. പോട്ട് എഴുതാം, ചട്ടി അല്ലെ, അങ്ങനെ സോയിൽ എഴുതാം. ഇതൊക്കെ എന്താണ് ഗാർഡനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡുകളാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമുക്ക് എഴുതേണ്ടതുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്താ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ് കൊടുത്തുള്ളത്. യെസ് എന്താണ്? There is dash garden in front of the house. എന്താ? There is a യെസ് നമുക്ക് ഇതില് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഗാർഡൻ എന്നോ അല്ലെ എന്താണ് സ്മോൾ ഗാർഡൻ എന്നോ ഒക്കെ നമ്മൾ ഇഷ്ടമാണ് കേട്ടോ. എന്താണ് സ്മോൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. വീടിന്റെ മുമ്പിൽ നല്ല മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട്. സെറ്റ് ആണോടാ? സെറ്റ് ആണോ? യെസ് യെസ്. ദെൻ ഡിസ്ക്രൈബ് യുവർ ഗാർഡൻ അല്ലെ. ഡിസ്ക്രൈബ് യുവർ ഗാർഡൻ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗാർഡനെ പറ്റിയിട്ട് എഴുതാം. നമുക്ക് സിമ്പിൾ സെന്റൻസ് എഴുതാം അല്ലെ. ഓക്കെ, ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ അല്ലെ. എനിക്ക് എന്റെ വീട്ടില് മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട്. ഓക്കെ, ദെൻ അതേപോലെ എഴുതാവുന്നതാണ്. There are so many flowers അല്ലെ. മനോഹരമായ പൂക്കളുണ്ട്. ഓക്കെ, I love each
ഓഫ് ദ പ്ലാന്റ്സ്. എനിക്ക് എന്താണ് ഓരോ പ്ലാന്റ്സിനെയും അത്രയും മനോഹരമാണ് അല്ലെ. അതേപോലെ എന്താണ് ദ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്. എന്താ മനോഹരമായ കുറെ ബട്ടർഫ്ലൈസ് ഉണ്ട്, പൂമ്പാറ്റകള് പാറി പറക്കുന്നത് കാണാൻ പറ്റും അല്ലെ. ലിറ്റിംഗ് ഫ്രം ദ വൺ ഫ്ലവർ ടു അനദർ. അങ്ങനെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി കംപ്ലീറ്റ് ആക്കുക. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് ഭാഗങ്ങൾ മലയാളവും എന്ത് ചെയ്തു, അതേപോലെ ഇംഗ്ലീഷിലുള്ള മെയിൻ ആയുള്ള പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോയി. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ക്ലാസ്സിൽ മാത്സും EVSുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.